2021 യു കെയിൽ ചെന്നു. യു കെയിൽ ചെന്ന് അവിടെ ചെറിയൊരു മുറിയിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷം എടുത്തു നമുക്കിതൊന്ന് റണ്ണിങ് ആയി കിട്ടാൻ. പക്ഷെ അതിനിടയ്ക്കാണ് ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് ഞാൻ ലണ്ടനിൽ വീണ്ടും ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഇത് നോർത്താംപ്ടണിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ സിറ്റി എന്ന് പറയുന്നത് ഇപ്പം നോർത്താംപ്ടൺ. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നോർത്താംപ്ടൺ ആണ്. അതെ. അപ്പം നോർത്താംപ്ടണിൽ സ്റ്റാർട്ട് ചെയ്തു, ലണ്ടനിലും പാരലിലും വെച്ചു. പക്ഷെ അപ്പോഴും ഭയങ്കരമായിട്ട് ഇത് നമുക്കറിയാം ഇങ്ങനെ ഒരു കുറെ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്, കുറെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയിൽ ഇരിക്കുന്നല്ലാതെ ഒന്ന് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. 22-23 ആയതോടുകൂടി നമ്മൾ നമ്മുടെ മെറ്റീരിയലുകൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ബാച്ചുകളൊക്കെ ഫില്ലാവാൻ തുടങ്ങി. നമ്പർ ഓഫ് ടീം മെമ്പേഴ്സ് കൂടെ ഉള്ളവരുടെ എണ്ണം കൂടി തുടങ്ങി. അങ്ങനെ ആ ഒരു ടൈം തൊട്ടിട്ട് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിൽ NHS ആണ് അവിടുത്തെ ഗവൺമെന്റ് ഹെൽത്ത് കെയർ സെക്ടർ കൺട്രോൾ ചെയ്യുന്നത്. NHS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ട്രെയിനിങ് ചെയ്തത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതെ, അതായത് ഒരു ലാസ്റ്റ് 2 years തന്നെ നമ്മൾ മോർ ദാൻ 12,000 കാൻഡിഡേറ്റ്സിനെ യു കെയിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ നമ്പർ തന്നെയാണ്. കാരണം ഇതൊരു നമ്മൾ പറയുന്നത് ഒരു ചെറിയൊരു സംഭവത്തിന്റെ അകത്തുനിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 12,000 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അതായത് ഒരു ടോട്ടൽ രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരുടെ ഒരു 15-20% യു കെയിൽ മൊത്തത്തിൽ രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരുടെ 15-20% നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ കവർ ചെയ്തു. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ യു കെയിൽ മൊത്തത്തിൽ എക്സാം എഴുതിയ ആളുകളുടെ എണ്ണത്തിൽ 25% ആൾക്കാരും നമ്മളോട് ട്രെയിനിങ് ചെയ്തിട്ടാണ് എഴുതിയത്. അത് 4-1 ആൾക്കാർ.